ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, കരൂർ അപകടം. അത് ഇന്നലെ 7:30 മുതൽ ന്യൂസ് ചാനൽ, മലയാളം ന്യൂസ് ചാനൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു ന്യൂസാണ്. അത് കരൂർ തമിഴക വെട്രിക്കഴകം, അതിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിനകത്ത് വിജയ് അറിയാലോ, തമിഴക വെട്രിക്കഴകത്തിൻ്റെ നേതാവ് തളപതി വിജയ് വീക്കെൻഡിൽ പുള്ളി ഒരു റോഡ് ഷോ നടത്താറുണ്ട്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവത്തിനെ പറ്റി. ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റ് ചെയ്തേക്കുന്നത് തളപതി വിജയാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്തേക്കുന്നത്. അത് എന്തൊക്കെയാണെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കുറച്ച് അധികം കാര്യങ്ങൾ ഞാൻ പറയും. അത് ചിലപ്പോൾ തളപതി വിജയ് ഫാൻസുകാരുടെ ചിലപ്പം പിടിക്കണമെന്നില്ല. അവരെ എന്തുകൊണ്ടെങ്കിലും ചെയ്തോട്ടെ, ഞാൻ അവരെ ഒന്നും പറയുന്നില്ല. അവരുടെ മൈൻഡ് സെറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ മൈൻഡ് ആക്കുന്നേ ഇല്ല. എനിക്ക് തോന്നിയത് ഞാൻ അങ്ങ് പറയുക. അപ്പം പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ. വിജയ് ഒരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, തമിഴക വെട്രിക്കഴകം. അത് കുറച്ച് നാൾ, ഒരു 2 വർഷത്തോളമേ ഉള്ളൂ, 2 വർഷത്തോളം ആയതേ ഉള്ളൂ. പക്ഷേ 2 വർഷം കൊണ്ട് ഏകദേശം തമിഴ്നാട് മുഴുവൻ ഒരു നല്ലൊരു പബ്ലിസിറ്റിയും നല്ലൊരു ഫോളോവേഴ്സും ഈ ഒരു തമിഴക വെട്രിക്കഴകത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വിജയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അതായത് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിനെ അധികം ആൾക്കാരുടെ പിൻബലം വിജയ്ക്കുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ പുള്ളി അത് വോട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വിജയ്. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ വിജയ് ചെയ്യുന്നുമുണ്ട്. ഞാൻ ആദ്യത്തെ ഒരു രീതിയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിജയ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴേ ഇറങ്ങണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമ നിർത്തുന്നു, അതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ സിനിമയിൽ നിന്നിട്ടും വലിയ കാര്യമില്ലല്ലോ. എത്ര നാളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരേ പടം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, വിജയ് ചെയ്യുന്ന എല്ലാ പടങ്ങളിലും ആ ഒരു സെയിം പാറ്റേൺ തന്നെ പിടിച്ചാണ് പുള്ളി ചെയ്യുന്നത്. അതിനകത്ത് ആകെ മാറ്റം വരുന്നിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലിയോയും, പിന്നെ കത്തി കഴിഞ്ഞിട്ട് 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലിയോയും, മാസ്റ്റർ, പിന്നെ ഗോട്ടിൻ്റെ സെക്കൻഡ് ഹാഫും. ഇത്രയാണ് എനിക്ക് പേഴ്സണലി വിജയുടെ ഈ 10 വർഷം, കത്തി കഴിഞ്ഞിട്ടുള്ള 10 വർഷങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ചെയ്യുന്നത് മൊത്തം ഒരുമാതിരി വെറുപ്പി പരിപാടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു മുഖ്യമന്ത്രിയാവുന്ന ഒരു സിനിമയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സർക്കാർ. ഈ പുള്ളി ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിസിറ്റിയും അതൊക്കെ തന്നെയാണ്. അതായത് ഈ ഒരു കോപ്രായം ഞാൻ കാണത്തില്ല. ഒന്നാമത്തെ ഈ തമിഴ് വെട്രിക്കഴകത്തിൻ്റെ ഉള്ള ഈ പുള്ളിയുടെ ഒരു സ്പീച്ചും പരിപാടികളും എല്ലാം എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റഡ് ആയിട്ട് പുള്ളി വീട്ടിൽ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഇവിടെ വന്ന് ചെയ്യുക. അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നലെ നടന്ന കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ, പുള്ളി അവിടെ ഇരുന്ന് വരുന്നു, അതായത് 7 മണിക്കൂർ താമസിച്ച് വരുന്നു. രാവിലെ മുതൽ ഈ തമിഴക വെട്രിക്കഴകം വിജയെ വിശ്വസിച്ച് തന്നെ വരുന്ന കുറേ ആൾക്കാർ, കുറേ ഫാൻസുകാരും കാണും, അതിനകത്ത് കുറേ രാഷ്ട്രീയക്കാരും, തമിഴ് വെട്രിക്കഴകത്തിൻ്റെ രാഷ്ട്രീയക്കാരും എല്ലാം കാണും. പക്ഷേ ഈ ഒരു റോഡ് ഷോ വരുന്നതിന് മുമ്പ്, ഫിക്സ് ആക്കുന്നതിന് മുമ്പ്, ഇതിനകത്ത് ഞാൻ ഈ DMKയോ അണ്ണാ DMKയോ ഒന്നും സപ്പോർട്ട് ചെയ്ത് പറയല്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റോഡ് ഷോ ഇല്ലയോ, അപ്പോൾ നല്ലൊരു ബ്ലോക്കും വരും. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ ഇത് ഒഴിവാക്കണമെന്നുള്ള രീതിയിൽ വിജയ്ക്ക് അനുമതി കൊടുത്തില്ല. വിജയ് അത് ഹൈക്കോടതിയിൽ നിന്ന് പോയി അനുമതി എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എന്ത് പ്രശ്നം ഉണ്ടായാലും ഇതിൻ്റെ നേതാക്കൾ തമിഴക വെട്രിക്കഴകം തന്നെ നോക്കണമെന്ന് ആ ഒരു ഹൈക്കോടതിയുടെ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനകത്ത് തമിഴ് വെട്രിക്കഴകം അതിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നുണ്ട്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ വിജയ് വരുന്നു, 7 മണിക്കൂർ താമസിച്ച് വരുന്നു. അവിടെ തുടങ്ങിയപ്പോഴത്തേന് തന്നെ അവിടെ 10,000 പേരുടെ സത്യവാങ്മൂലമാണ് അവിടെ വരുമെന്നാണ് വിജയും പാർട്ടിക്കാരും അനുമതി എടുത്തേക്കുന്നത്, 10,000 പേര്. പക്ഷെ അവിടെ വന്നത് 1 ലക്ഷം 1.5 ലക്ഷം പേര് ആൾക്കാരാണ് അവിടെ വന്നത്. നിങ്ങൾ കണ്ടാൽ അറിയായിരിക്കും, ആ ഏരിയ മൊത്തം കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആശ ആടുന്നതിൻ്റെ കൂട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ അത്രയും തിരക്ക് അവിടെ ഉണ്ട്. എന്നിട്ട് ഇനിയാണ് ട്വിസ്റ്റ്. വിജയുടെ പ്രസംഗം തുടങ്ങുമ്പോഴേ അവിടെ ഓരോരുത്തരുടെ അസ്വസ്ഥത അവിടെ കാണുന്നുണ്ട്. അപ്പം വിജയ് എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു കാണും, എന്ത് പറ്റി എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം വെള്ളം കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതും പുള്ളിക്കാരൻ കാണിക്കുന്നത് നോക്കിക്കോണം. ഒരു എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ആൾക്കാർക്ക് അന്നേരം തൊട്ട് അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കുക. വെള്ളം ഇട്ട് കൊടുക്കുന്നു, ഓരോ കുപ്പി വെള്ളം ഇട്ട് കൊടുക്കുന്നു. അപ്പോഴേ വിജയുടെ മൈൻഡ് ഏത് മൈൻഡാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ട് പറയുക, ആംബുലൻസ് വിളിക്കുന്നു പറഞ്ഞുകൊണ്ട് പുള്ളി തന്നെ മൈക്കിൽ കൂടെ പറയുന്നുണ്ട്, ആംബുലൻസ് വിളിക്കുന്നുള്ള രീതി പറയുന്നുണ്ട്. എവിടെ ആംബുലൻസ് വിളിച്ചാൽ എവിടെ വരാനാ? ഇവിടെ എനിക്കൊന്നും 2-3 ഏക്കർ കണക്കിന് ആൾക്കാർ നിൽക്കും. അതിനിടയ്ക്ക് ഒരു ആംബുലൻസ് 2 കിലോമീറ്റർ കണക്കിന് ആൾക്കാർ നിൽക്കും. അതിനകത്ത് എങ്ങനെ ഒരു ആംബുലൻസ് അടുപ്പിക്കാൻ പറ്റത്തില്ല. അന്നേരം വിജയുടെ ഒരു ബുദ്ധി എങ്ങനെയുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പം നല്ലൊരു നേതാവാണെങ്കിൽ, അല്ലെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ
കുറേ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ ഷോ ഓഫ് ആക്കിയിട്ട് ഇവരെ സഹായിക്കാൻ നിൽക്കണം. അത് ചിലപ്പോൾ വിജയ്ക്ക് നേരിട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരിക്കും, കാരണം അത്രയും ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ആക്രമണങ്ങൾ അവരിൽ നിന്ന് ആക്രമണങ്ങൾ വിജയ്ക്ക് നേരിടേണ്ടി വരാം. പക്ഷേ വിജയ് ഇറങ്ങേണ്ട ആവശ്യം വരത്തില്ല. അവിടെ എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്, അവർക്ക് വിജയ് ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ? വിജയ് ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നന്ദി വണക്കം, എല്ലാവർക്കും പാക്കലാന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്കകത്ത് കയറി സ്ഥലം വിട്ട് എവിടെ അവരുടെ വീട്ടിലോട്ട്. എന്നിട്ടിപ്പം വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ് തളപതി വിജയ്, സിനിമയ്ക്കകത്ത റീൽസ് ഹീറോ. ഇപ്പം ഇത് അനുകൂലമായിട്ട് വന്നേക്കെന്ന് പറഞ്ഞാൽ സ്റ്റാലിനാണ്. ഇപ്പം അതായത് വിജയ് ചെയ്ത പ്രൊമോഷൻ മൊത്തം ഇപ്പം ഏക്കുന്നത് സ്റ്റാലിനാണ്. ഇപ്പം സ്റ്റാലിൻ നേരിട്ട് ആശുപത്രിയിൽ വരുന്നതും അവിടെ ഉള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നു. വിജയ് ഇനി എന്ത് ചെയ്യാനാ? വിജയുടെ കയ്യിലാണ് തെറ്റ് മുഴുവൻ. അല്ല, നല്ലൊരു നേതാവായിരുന്നെങ്കിൽ അന്നൊരു ആൾക്കാരുടെ അവിടെ കാണിക്കണമായിരുന്നു. വിജയ് വിചാരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാർ ഇപ്പം ഏറ്റവും പൊട്ടപ്പടമാണ് വിജയ് നായകനാക്കി ഇറങ്ങിയ ഒരു സിനിമയാണ് സർക്കാർ, ഏറ്റവും പൊട്ടൻ സിനിമ. അപ്പോൾ അതിനകത്ത് ഉള്ള ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സുന്ദർ പിച്ചെ ഈ CEO ആണ്, ഗൂഗിളിൻ്റെ CEO. അപ്പോൾ അവരുടെ പുള്ളിയുടെ ഒരു തീമാണ് എടുത്തേക്കുന്നത് ഈ ഒരു സിനിമയ്ക്കകത്ത്. എന്ന് പറഞ്ഞാൽ CEO, ഈ സർക്കാരിനകത്ത് വിജയ് ചെയ്യുന്ന ക്യാരക്ടർ ഒരു CEO ആണ്, ഗൂഗിളിൻ്റെ CEO. അതായത് മണിക്കൂറിന് തന്നെ കോടികൾ കിട്ടുന്ന ഒരു ജോലിയാണ്. ഭയങ്കര രീതിയിൽ മണിക്കൂറിന് ശമ്പളം നോക്കണം, അതേപോലെ കിട്ടുന്നൊരു ജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ പുള്ളി അമേരിക്കയിൽ നിന്ന് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിന് തമിഴ്നാട്ടിൽ വരുമ്പം അവിടുത്തെ ഒരു വോട്ട്, ഇയാളുടെ ഒരു വോട്ട്, അതായത് തമിഴ്നാട്ടിൽ ഇയാൾ ചെയ്യേണ്ട വോട്ട് വേറൊരാൾ ചെയ്ത് കള്ളവോട്ട് ചെയ്ത് ഇയാൾക്ക് ആ വോട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഇയാളത് പോരാടുകയും പിന്നെ അതിനെതിരെ രാഷ്ട്രീയ കളികൾ അതിനകത്തൂടെ കാണിച്ച് ഒരു റോഡ് ഷോ ഒക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണാം സിനിമ. അതിനുശേഷം ഇയാൾ ആ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ട്. ഇതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് മത്സരിച്ച് മുഖ്യമന്ത്രിയായിട്ട് വരുന്നുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു ബുദ്ധി എങ്ങനെ പോകുന്നതെന്ന് നോക്കണേ. എഴുത്തുകാരുടെ മന്ദബുദ്ധി എഴുത്ത് എങ്ങനെ പോകുന്നത്. അല്ല, അത് കുഴപ്പമില്ല, വിജയ് ഫാൻസുകാർക്ക് അതൊക്കെ മതിയായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായിട്ട് വരുന്ന രീതിയിലാണ് ആ ഒരു സിനിമ വച്ചേക്കുന്നത്. ഇപ്പോൾ ഈ വിജയ് വിചാരിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ സർക്കാർ സിനിമ കൊണ്ടുവന്ന് കളിച്ചാൽ ഇതുപോലെ ആകുമെന്ന് പറഞ്ഞാൽ, വിജയ് നല്ലൊരു നേതാവായിരുന്നെങ്കിൽ ഇന്നലെ 7:30 ആ ഒരു അസ്വസ്ഥത ഉള്ളപ്പം പുള്ളിയുടെ ബുദ്ധി അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പം വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയല്ല വേണ്ട, എല്ലാവരും എല്ലാ പ്രശ്നങ്ങളും കഴിയുമ്പോൾ ഒളിച്ചിരിക്കുകയല്ല. പുള്ളി ഇവിടെ വീട്ടിൽ കയറിയിട്ട് ഒരു പോസ്റ്റാണ് നിൽക്കുന്നത്, എൻ്റെ ഹൃദയം തകർന്നു എന്ന് പറഞ്ഞിട്ട്. അത് ആർക്ക് വേണമെങ്കിലും ഇടാം. ഇപ്പം ഞാനൊരു നല്ലൊരു സെലിബ്രിറ്റീസ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇതുപോലെ അങ്ങ് ഇട്ടിരുന്നാൽ മതിയല്ലോ, ആര് നോക്കാൻ? അപ്പോൾ ഇതുപോലെ കണ്ണിൽ ചോരയില്ല. കാരണം പുള്ളിക്കാരനെ വിശ്വസിച്ച് ഇനി എത്ര പേര് വോട്ട് ചെയ്യും? കാരണം ഇപ്പം പകുതി വോട്ട് പോയി. കാരണം ഇപ്പം സ്റ്റാലിനാണ് ഇപ്പം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയ് ഇത്രയും നാൾ കാണിച്ചത് വേസ്റ്റ്. അതായത് ഇത് പാർട്ടി തൊട്ട് രൂപീകരിച്ച് ഇപ്പം വരെ വന്നത് വേസ്റ്റ് ആയിട്ടാണെന്ന് എനിക്കിപ്പം തോന്നുന്നത്. സിനിമ ചെയ്തിട്ട് വല്ല ഗുണമുണ്ടോ? എത്ര നാളെന്ന് പറഞ്ഞിട്ട് ഒരേ സിനിമ കണ്ട് മടുക്കുന്നത്. അപ്പോൾ അതിനകത്തും വേസ്റ്റ് പുള്ളി. അപ്പം പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പുള്ളിക്കുണ്ട്. ഏതൊക്കെ പൊട്ടപ്പടം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ആ 10 വർഷം ഇറങ്ങിയ എല്ലാ പൊട്ടപ്പടങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ബോക്സ് ഓഫീസ് ഹിറ്റാണ്. കാരണം കാണാൻ പോലും കൊള്ളാത്ത പടങ്ങളാണ് ഇത് മൊത്തം. കാരണം കണ്ടിരിക്കാൻ പറ്റത്തില്ല. അതേപോലത്തെ വെറുപ്പീര് പടങ്ങളാണ്. ആ പടം വരെ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവണമെങ്കിൽ പുള്ളിക്ക് നല്ലൊരു ഫാൻ പവർ അവിടെ ഉണ്ട്. അവിടെ അല്ല, സൗത്ത് ഇന്ത്യയിൽ മുഴുവനുണ്ട്. പക്ഷേ അത് ഇന്നലെ പുള്ളി അവിടെ കാണിച്ചായിരുന്നെങ്കിൽ പുള്ളി ഹീറോ ആയിരുന്നു. പക്ഷേ അതിപ്പം സ്റ്റാലിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പാർട്ടിയിൽ ഇറങ്ങുമ്പം ഇതുവരെ കാണാതെ പഠിച്ചു വന്നിരുന്ന് പറയാനല്ല വേണ്ടത്, ബുദ്ധി പ്രയോഗിക്കണം. ഇതിപ്പം വിജയ് ഒരു വിഡ്ഢിയാണെന്ന് ആണെന്ന് ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനി എന്തുവാന്ന് വെച്ചാൽ അടുത്ത ഇലക്ഷന് നോക്കാം, ഇനി എത്ര വോട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ പരിപാടി ഇത്രയും നാൾ ചെയ്ത പരിപാടി പോയി. ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും അവരോട് കൂടെ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇയാളുടെ ടാഗായിരുന്നു നിങ്ങളുടെ വിജയ് നിങ്ങളുടെ വീട്ടിലെ വിജയ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പ്രൊമോഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് ആളെ കാണാനില്ല. പരിപാടി കഴിഞ്ഞപ്പം ആള് സ്ഥലം വിട്ട് വീട്ടിൽ പോയി ഒളിച്ചിരിപ്പാണ് ഇപ്പോൾ ജോലി. ഇപ്പം അവിടെ പ്രൊട്ടക്ഷൻ, അതായത് കറക്റ്റ് ഒരു ഫീൽ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ഇപ്പം വിജയ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ടം, പരമ കഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.